ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒന്നാം സർക്കാർ കഴിഞ്ഞാൽ രണ്ടാം സർക്കാരിന്റെ കാലഘട്ടം തുടങ്ങിയിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും പക്ഷപാതിത്വപരമായിട്ടുള്ള ഒരു നടപടിയിലൂടെയാണ് അവർ ഇന്ന് രാവിലെ വരെ ഭരിച്ചിരിക്കുന്നത്. പക്ഷപാതിത്വപരമായി അവർ ഭരിച്ചിട്ടുള്ളൂ എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ, പല ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണവും അതിന്റെ വിധിയും, അവസാനം സുപ്രീം കോടതി മറ്റേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന രവീന്ദ്രൻ ഗോപിനാഥിന്റെ നിയമനം റദ്ദ് ചെയ്തുകൊണ്ട്, പുനർനിയമനം റദ്ദ് ചെയ്തുകൊണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ഈ സത്യപ്രതിജ്ഞ എത്രത്തോളം ലംഘിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ ഈ സർക്കാരിന് ശ്രീ അനിൽ നമ്പ്യാർ ഒരു മാർക്ക് കൊടുക്കാൻ പോകുന്നില്ല. എനിക്കിതിനു മുമ്പ് ഒരു ചർച്ചയുണ്ടായിരുന്നു, ഇന്നല്ല 2 ദിവസം മുമ്പ് എത്ര മാർക്ക് കൊടുക്കുന്നു ചോദിച്ചിട്ട് ഞാൻ അതിലും പറഞ്ഞു ഒരു മാർക്ക് കൊടുക്കാൻ പോകില്ല. 0-ന് താഴെ വല്ലതും ഉണ്ടെങ്കിൽ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച സർക്കാരാണ്. ഞാൻ അതിലേക്ക് മാത്രം ഒന്ന് ആദ്യം തന്നെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഒരു സർക്കാർ ഭരിക്കുന്ന കാലത്തും ഇത്രയധികം വിലക്കയറ്റത്തെ കാഴ്ചക്കാരായി ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു വ്യക്തിയുടെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിലെ സർക്കാർ അതിന്റെ ഏറ്റവും ദൂഷിതമായിട്ടുള്ള ബലം അനുഭവിച്ച വർഷമാണ് ഈ 2023 എന്ന് പറയുന്ന വർഷം. വിലക്കയറ്റത്തെ കുറിച്ചിട്ടുള്ള നിങ്ങൾ ചാനൽ ചർച്ചകളും നിങ്ങളുടെ വാർത്തകളും മാധ്യമങ്ങളുടെ വാർത്തകളും പുറത്തു വരുമ്പോൾ 1-2 ദിവസത്തേക്ക് അതിനെ തണുപ്പിക്കത്തക്ക തോതിലുള്ള എന്തെങ്കിലും ഒരു മുട്ടുശാന്തി ചെയ്തുകൊണ്ട് കളക്ടർക്ക് ഒരു ഉത്തരവ് ഇറക്കാൻ പറയുക, കളക്ടറുടെ ഒരു നാടകീയമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഈ വിലക്കയറ്റത്തിനെതിരെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, വിലക്കയറ്റത്തെ അതിജീവിക്കാൻ വേണ്ടി 13 സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ വഴി, സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴി ലഭിക്കാനുള്ള മാർഗം ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാർ അവിടെ മന്ത്രി വരെ വിസിറ്റ് ചെയ്തിട്ട് പോലും അവിടെ സാധനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അതിന്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു ക്രിസ്മസ് ചന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചന്ത തുറന്നപ്പോൾ ഈ 13 സബ്സിഡി സാധനങ്ങൾ ഒഴികെ എല്ലാ സാധനങ്ങളും ഈ ക്രിസ്മസ് ചന്തയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത എത്രത്തോളം നമ്മൾ കണ്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അടുത്തത് എന്താ, ഈ ക്രിസ്മസ്, ഈ ന്യൂ ഇയർ കഴിഞ്ഞതും ഈ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ്. ദേശാഭിമാനിയുടെ ഈ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴത്തെ വലിയ ഫ്രണ്ട് പേജിലെ വെണ്ടയ്ക്കാക്ഷരത്തിൽ ചുവന്ന ലെറ്ററിൽ കൊടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു 5 വർഷത്തേക്ക് വില കൂടില്ല എന്ന്. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വില കൂടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ ജീവന് ഒരു വിലയില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അങ്ങേയറ്റം വില വർദ്ധിച്ചിരിക്കുകയാണ്. അതുമാതിരി തന്നെ ഈ സർക്കാരിന് മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് ഈ പോലീസ്, നിഷ്ക്രിയമായൊരു പോലീസ്. ഏറ്റവും ജനങ്ങൾ ഈ വിലക്കയറ്റം കഴിഞ്ഞ ജനങ്ങൾ നോക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഈ പോലീസിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നിഷ്പക്ഷമാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരു സർക്കാരിനെയൊക്കെ വിലയിരുത്തുക. ഇവിടെ പല സമയത്തും ഇവിടെ ഈ കേരളത്തിൽ ഒരു പോലീസ് ഉണ്ടോ, ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്നുള്ള ജനങ്ങൾക്ക് ചിന്തിക്കത്തക്ക തോതിൽ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ ഹരിദാസ്. ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അതെ, അതിന്റെ നമ്മൾ അറിയിച്ചു, നമ്മൾക്ക് കണ്ടുല്ലോ, നമുക്ക് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുല്ലോ. ഡിവൈഎഫ്ഐ ഏൽപ്പിക്കുക മാത്രമല്ല അതിനൊരു പൊൻതൂവലും ചാർത്തി കൊടുത്തുല്ലോ. അതായത് അവർ ചെയ്യുന്ന എന്ത് ക്രൂരതയ്ക്കും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് ഒരു മുഖ്യമന്ത്രി വാക്കാൽ ഒരു നിർദ്ദേശം, അതായത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് വാക്കാൽ നിർദ്ദേശിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരായ കേസ്, സുരേഷ് ഗോപിക്കെതിരായ കേസ്, മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള തുരുതുരെ കേസ്, എന്തിനും മൈക്കിനും മൈക്ക് ഓപ്പറേറ്റർക്കും ആംപ്ലിഫയറിനും അതിൽ കേസെടുത്തിട്ടുള്ള ചരിത്രമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാണക്കേട് തോന്നുകയാണ്. കാരണം ആ മൈക്ക് കൂബിയതിന് കേസെടുത്തിട്ടുള്ളത് നമ്മുടെ വിദേശത്തുള്ള മലയാളികളൊക്കെ ഞങ്ങളെ പോലുള്ളവരോടൊക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, എന്താണ് കേരളത്തിന് പറ്റിയത്, കേരളം ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും നൽകാൻ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനായിട്ടില്ല. ഒരു കമ്മ്യൂണിസം എന്നുള്ള ഒരു ബാനറിലാണ് ഭരിക്കുന്നത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനങ്ങളോട് പുലർത്തേണ്ടതായ പ്രതിബദ്ധത പുലർത്താൻ ഈ സർക്കാരിനായിട്ടില്ല എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരു ചാനൽ ചർച്ചയായ കാരണം കൊണ്ട് അതിന് പരിധിയുണ്ട്. അപ്പോൾ കേരളത്തിന്റെ കർണാടകവും തമിഴ്നാടുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനത്തിന്റെ കോസ്റ്റ് ഓഫ് ലിവിങ്, ജീവിക്കാനുള്ള സാഹചര്യത്തിന്റെ പണച്ചെലവ് നോക്കുമ്പോൾ അങ്ങേയറ്റം കൂടുതലാണ്. പക്ഷെ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥയോ, കർഷകരെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 4 കർഷകർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്താ? ഒന്ന്, ബാങ്കുകളുടെ ജപ്തിയുടെ പ്രശ്നം കാരണം കൊണ്ട്, കൃഷി ചെയ്യാനെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കൃത്യമായിട്ട് സാധിക്കാത്ത കാരണം കൊണ്ട്, അല്ല ജപ്തിയുടെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അവരവർ ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാഞ്ഞിട്ട്. ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് ഈ സർക്കാർ നേരിട്ടുള്ള പ്രശ്നം. നെൽകർഷകർക്ക് കൃത്യമായിട്ട് നെല്ല് സംഭരിച്ചതിന് പണം കൊടുക്കാത്ത പ്രശ്നം ഏതുവരെ എത്തി?
എല്ലാം ഈ സർക്കാർ അവസാനിപ്പിക്കുന്നത് താൽക്കാലികമായിട്ട്. നമ്മൾ പറയില്ലേ, ഒരു വെള്ളച്ചാട്ടത്തെ ഒരു വിരൽ വെച്ച് അടയ്ക്കുന്ന പ്രതീതിയോട് കൂട്ടാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുക. ആ പ്രശ്നം അങ്ങേയറ്റം, നെൽകർഷകരുടെ പ്രശ്നം അങ്ങേയറ്റം രൂക്ഷമായപ്പോ ആ ദിവസം ഒരു 100 കോടി രൂപയോ മറ്റോ ഇറക്കിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. നെൽകർഷകരെ ഇത്രയേറെ കുടുക്കിയ ഒരു സർക്കാർ കേരളത്തിൽ വേറെയുണ്ടോ? അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് അവരുടെ പേരിൽ അവർക്ക് ലോൺ എടുത്തു കൊടുത്തിട്ട് അവരുടെ സ്കോർ റേറ്റിംഗ് അങ്ങേയറ്റം കുറയ്ക്കുവാനുള്ള ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ടാണ് ഈ നെൽകർഷകരെ അവരുടെ നെല്ലിന്റെ വില കൊടുക്കുന്ന കാര്യത്തിൽ വഞ്ചിച്ചിരുന്നത് എന്നുള്ള സംഗതി നെൽകർഷകർ തിരിച്ചറിയുന്നത് എപ്പോഴാ? അതിന്റെ പേരിൽ ആലപ്പുഴയില് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പ്രസാദൊക്കെ ഇവരുടെ രക്തസാക്ഷികളാണ്. എനിക്ക് മുമ്പോട് സംസാരിച്ച വ്യക്തി പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറിയക്കുട്ടി ലോകത്തിലെ സ്ത്രീകളുടെ പ്രതീകമാക്കി മാറ്റാൻ ഈ സർക്കാരിനായത് നിസ്സാര പ്രശ്നമല്ല. ഞാൻ ഇതിനു മുമ്പ് ജനത്തിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞത് പറയാണ്, സകല ചെലവും എടുത്തിട്ട് അവരുടെ ജീവിതകാലം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഏറ്റെടുത്തുകൊണ്ട് അവരെ കേരളത്തിലെ ഒരു ദത്തുപുത്രിയായി കണക്കാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു സമര ചരിത്രമാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടന്നിരിക്കുന്നത്. സമര ചരിത്രത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയും വിളർച്ചയും ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത്തരത്തിലുള്ള സമരം ചെയ്തിട്ടുള്ള അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഒരു കറുത്ത ബ്രേസിയർ അടക്കം ഉയർത്തിക്കാട്ടിയിട്ട് മുഖ്യമന്ത്രിയെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ തയ്യാറായപ്പോ അവർക്കെതിരെ വന്ന ആരോപണങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഇവിടെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അതിലേക്കല്ല വരുന്നത്. അവരെ രാഷ്ട്രീയമായിട്ട്, അവർ രാഷ്ട്രീയക്കാരിയാണ്, അവർക്ക് BJP-കാരെയാണെന്നൊരു വിഭാഗം പറയുന്നു, കോൺഗ്രസ്സുകാരാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അവർ രാഷ്ട്രീയക്കാരാണ്, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഈ വ്യക്തമായ രാഷ്ട്രീയമുള്ള പലർക്കും ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് വന്നപ്പോ ഇവിടുത്തെ ഒരു 5 സ്ത്രീകൾക്ക് കൂടിയിട്ട് ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ മുമ്പിലെ 5 വീട്ടമ്മമാർക്ക് കൂടിയിട്ട് പ്രതികരിച്ചിട്ട് ഈ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ സാധിച്ചില്ല. അതുപോട്ടെ, ഈ സപ്ലൈകോയിൽ 13 സാധനങ്ങൾ, കുടുംബം മുൻപോട്ട് പോകാൻ വേണ്ട 13 സാധനങ്ങൾ കിട്ടാത്തപ്പോ അവിടെ വന്ന ചാനൽ മൈക്കുകാരുടെ മുമ്പിൽ വാചാലമാകാൻ മാത്രമല്ലേ നമ്മുടെ വീട്ടമ്മമാർക്ക് സാധിച്ചുള്ളൂ. ആ വീട്ടമ്മമാരിലെ കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ സർക്കാരിനെതിരെ മറിയക്കുട്ടി നടത്തിയതുപോലുള്ള ഒരു സമരം നടത്താൻ സാധിച്ചില്ല. കുടിവെള്ളത്തിന് ലിറ്ററിന് 1 പൈസയല്ലേ കൂട്ടുന്നുള്ളൂ. ഒരു വീടിന് 100 ലിറ്റർ വെള്ളമല്ലേ ഒരു ദിവസം വേണ്ടൂ എന്ന് ചോദിച്ച വിഡ്ഢിയായ ഒരു മന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ കുടിവെള്ളത്തിന്റെ പൈസ കൂട്ടിയ, ജീവജലം എന്നാണ് കുടിവെള്ളത്തിന് വരെ, അതിന്റെ പൈസ കൂട്ടിയിട്ട് ഒരു വീട്ടമ്മയ്ക്ക് ഒരു മുദ്രാവാക്യം ഈ സർക്കാരിനെതിരെ ഉയർത്താൻ സാധിച്ചോ? ഇല്ല. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ തനിക്ക് അവകാശപ്പെട്ട, അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന തോതിൽ 600 രൂപ 1000 രൂപയാക്കുകയും 1000 രൂപ 1600 രൂപയാക്കുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒട്ടും ബോധമില്ലാതെ ചെയ്ത ക്ഷേമ പെൻഷന്റെ വർധനവ് തരാമെന്ന് പറഞ്ഞത് ലഭിക്കാതായപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ശക്തമായിട്ട് മുൻപോട്ട് വന്ന മറിയക്കുട്ടി ഇനി ഈ കേരളത്തിന്റെ ദത്തുപുത്രിയാക്കാൻ ഈ സർക്കാർ ഒട്ടും വൈകരുത് എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് പറയാനുള്ളത്.